ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ആ 10 ക്വസ്റ്റ്യൻ്റെയും നമ്മൾ റിലേറ്റഡ് ഫാക്റ്റുമാണിത് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 10 ക്വസ്റ്റ്യൻസും വേറെ ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം, നമ്മുടെ 500 രൂപയുടെ നോട്ടിൽ ഏത് ചിത്രമാണ് കാണുന്നത്? ഏതാണ്? ചെങ്കോട്ടയാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണത്. ഓപ്ഷൻ ഡി ചെങ്കോട്ടയാണ് 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത്. 10 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? 10 രൂപ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് കേട്ടോ. 10 രൂപ നോട്ടിൽ കാണപ്പെടുന്നത് ഏതാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. 20 രൂപ നോട്ടിലോ? എല്ലോറ ഗുഹകളാണ് കേട്ടോ. എല്ലോറ ഗുഹകളാണ് 20 രൂപ നോട്ടിൽ കാണപ്പെടുന്നത് കേട്ടോ. 10 രൂപയിൽ ഏതാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. 20 രൂപയിലെ എല്ലോറ ഗുഹകളാണ് കാണപ്പെടുന്നത്. പിന്നെ 50 രൂപയിലോ? 50 സുഖമാണ്. 50 ഹംപി. 50 ഹംപി എന്നാലോചിച്ചു. 50 ഹംപി. ഹംപിയിലെ രഥമാണ് 50 രൂപ നോട്ടിൽ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് കേട്ടോ. 50 രൂപ നോട്ടിൽ ഏതാണ്? ഹംപിയിലെ രഥമാണ്. 100 100 രൂപയുടെ നോട്ടിൽ റാണി കി വാവാണ് കേട്ടോ. റാണി കി വാവാണ് 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കേട്ടോ. 200 രൂപയുടെ നോട്ടിലാണെങ്കിൽ സാഞ്ചി സ്തൂപവും. 200 രൂപയുടെ നോട്ടിലാണെങ്കിൽ ഏതാണ്? സാഞ്ചി സ്തൂപവും. അതുപോലെ തന്നെ നമ്മുടെ 2000ൻ്റെ നോട്ടിൽ ഏതാണ്? മംഗൾയാനാണ്. 2000ൻ്റെ നോട്ടിൽ ഏതാണ്? മംഗൾയാനാണ്. അപ്പോൾ 10 രൂപയുടെ നോട്ടിൽ ഏതായിരുന്നു? കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. 20 രൂപ നോട്ടിൽ ഏതാണ്? എല്ലോറ ഗുഹകളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. 50 ഹൻപിയിലെ രഥമാണ്. 100 ഏതാണ്? റാണി കി വാവാണ്. 200 സാഞ്ചി സ്തൂപമാണ്. 2000 മംഗൾയാനാണ്. ഓർത്തിരിക്കട്ടെ. 500 ഏതാണ്? ചെങ്കോട്ടയാണ് കേട്ടോ. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഓപ്ഷൻ ബി ആണ്. ജീവകം ഡി ആണ് നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം എന്ന് പറയുന്നത് അല്ലേ. ഈ ജീവകം ഡി ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൺഷൈൻ വൈറ്റമിൻ. വൈറ്റമിൻ ഡി ആണ് അല്ലേ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. നമ്മുടെ എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം കൂടിയാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതും ഏത് തന്നെയാണ്? വിറ്റാമിൻ ഡി ആണ്. അതുകൊണ്ടാണ് ഇനി എന്ത് വിളിക്കുന്നത്? സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി നാഡികൾ, ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ജീവകം ഇ ആണ് കേട്ടോ. ജീവകം ഇ എന്തിനാണ്? നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. അത് എവിടുന്നാണ് ലഭിക്കുന്നത്? സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് കേട്ടോ. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. നമ്മളെ മുറിവുണ്ടാകുമ്പോൾ രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വിറ്റാമിൻ കെ ആണ് അല്ലേ. മുറിവുണ്ടാകുമ്പോൾ രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? കെ ആണ്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആരാണ് വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് അല്ലേ. എന്നാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്? 1893 കേട്ടോ. 1893 നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളി വില്ലുവണ്ടി യാത്രയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. വില്ലുവണ്ടി യാത്രയിൽ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് 1893 ഓർത്തിരിക്കണേ. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് അല്ലേ. സാധുജന പരിപാലന സംഘം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സാധുജന പരിപാലന സംഘം. വർഷം ഓർത്തിരിക്കുക. 1907 ഇത് രൂപീകരിക്കുന്നത് കേട്ടോ. സാധുജന പരിപാലന സംഘം ആരുടെയാണ്? അയ്യങ്കാളിയുടെയാണ്. എന്നാണ് ഇത് രൂപീകരിക്കുന്നത്? 1907 ഓർത്ത് വെച്ചേക്കണേ. നമ്മുടെ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നെടുമങ്ങാട് ചന്തലഹള. നെടുമങ്ങാട് ചന്തലഹള എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാണ് വർഷം? 1912 നെടുമങ്ങാട് ചന്തലഹള എന്താണ് നടന്നത്? 1912. പിന്നെ അതുപോലെ തന്നെ കല്ലുമാല സമരം 1915 കല്ലുമാല സമരം. അതുപോലെ തന്നെ
നമ്മുടെ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നത് അല്ലേ, അതും ഇന്ന് തന്നെയാണ് 1915 തന്നെയാണ് കേട്ടോ. 90-ാം ആണ്ട് ലഹള, അതിൻ്റെ വേറൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള എന്നുള്ളത്. അതും ഇന്ന് തന്നെയാണ് നടന്നത്, 1915 നടന്നത്. ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. നെടുമങ്ങാട് ചന്തലഹള, അതുപോലെ തന്നെ കല്ലുമാല സമരം, 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള, ഓർത്തിരിക്കുക കേട്ടോ. ബ്രിട്ടീഷ് സർക്കാർ ഏത് നിയമത്തോടുള്ള എതിർപ്പായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തോടുള്ള എതിർപ്പായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ യോഗത്തിൽ ഒത്തുകൂടിയത്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തോടുള്ള എതിർപ്പായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ യോഗത്തിൽ ഒത്തുകൂടിയത്? ഏതാണ്? റൗലറ്റ് നിയമത്തിനെതിരായിരുന്നു അല്ലേ. റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ യോഗത്തിലാണ് അവർ ജാലിയൻ വാലാബാഗിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്താണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്? നമ്മുടെ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. 1919 കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. റൗലറ്റ് നിയമം എന്നാണ്? 1919. ഈ നിയമം അനുസരിച്ചിട്ട് എന്തായിരുന്നു? ഏതൊരാളെയും എന്താണ് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു. നമ്മുടെ ഈ റൗലറ്റ് ആക്ടിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് കേട്ടോ. ദ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നുള്ളതാണ് നമ്മുടെ റൗലറ്റ് നിയമത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയേ. വർഷം ഓർത്തിരിക്കുക എന്നാണ്? 1919. ഈ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു? അമൃത്സറിൽ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടുകയും അവിടെ എത്തിവെച്ചിട്ട് എന്തുണ്ടായി? വലിയൊരു വെടിവെപ്പ് നടക്കുകയും അതിലെന്ത് ചെയ്യുന്നുണ്ട്? 300ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ആ സംഭവമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്നത് അല്ലേ. വർഷം ഓർത്തിരിക്കുക, 1919 ഏപ്രിൽ 13 കേട്ടോ. ഏപ്രിൽ 13 എന്ത് നടക്കുന്നത്? നമ്മുടെ ജാലിയൻ വാലാബാഗ് നടക്കുന്നത് കേട്ടോ. ആർക്കെതിരെയാണ്? ആരെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധിക്കാനാണ് അവരവിടെ ഒത്തുകൂടിയത്? സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്? അവിടെ വലിയൊരു നമ്മുടെ റെജിനാൾഡ് ഡയർ വെടിവെക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യാണ്? വലിയൊരു വെടിവെപ്പിലൂടെ അവിടെ 300ഓളം ആളുകളൊക്കെ മരണപ്പെടുകയും ചെയ്തു അല്ലേ. ആ ഒരു സംഭവമാണ് എന്തെന്നറിയപ്പെടുന്നത്? ജാലിയൻ വാലാബാഗ് എന്നറിയപ്പെടുന്നത്. ഏതാണ് വർഷം? 1919 ഏപ്രിൽ 13. ഫാരൻഹീറ്റ്, സെൽഷ്യസ് എന്നിവയിൽ ഒരേ റീഡിംഗ് കാണിക്കുന്ന താപനില ഏതാണ്? ഫാരൻഹീറ്റ് സ്കെയിലിലും സെൽഷ്യസ് സ്കെയിലിലും ഒരേ റീഡിംഗ് കാണിക്കുന്ന താപനില ഏതാണ്? ഓപ്ഷൻ എ -40 അല്ലേ. ഫാരൻഹീറ്റ് സ്കെയിലിലും സെൽഷ്യസ് സ്കെയിലിലും ഒരേ റീഡിംഗ് കാണിക്കുന്ന താപനില ഏതാണ്? -40. വെള്ളം തിളയ്ക്കുന്നത് നമ്മുടെ സെൽഷ്യസ് സ്കെയിലിൽ എത്ര ഡിഗ്രിയിലാണ്? വെള്ളം തിളയ്ക്കുന്നത് സെൽഷ്യസ് സ്കെയിലിൽ എത്ര ഡിഗ്രിയിലാണ്? 100 ഡിഗ്രിയിലാണ് അല്ലേ. 100 ഡിഗ്രിയിലാണ് സെൽഷ്യസ് സ്കെയിലിൽ വെള്ളം തിളയ്ക്കുന്നത്. കെൽവിനിലാണെങ്കിലോ അത് 373.15 ഡിഗ്രിയിലാണ് കേട്ടോ വെള്ളം തിളയ്ക്കുന്നത്. ഇനി അത് ഫാരൻഹീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 212 ഡിഗ്രിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? വെള്ളം തിളയ്ക്കുന്നത് സെൽഷ്യസ് സ്കെയിലിൽ എത്രയിലാണ്? 100 ഡിഗ്രിയിലാണ്. അത് കെൽവിനിലേക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുന്നത് എത്രയിലാണ്? 373.15 ഡിഗ്രിയിലാണ്. ഇനി അതുപോലെ തന്നെ ഫാരൻഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ 212 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത് കേട്ടോ. ഒന്ന് ഓർത്തിരുന്നാൽ മതിയേ. എന്താണ് ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ് കേട്ടോ. കെൽവിനാണ് ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കെൽവിനാണ്. ഈ അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന ഒരളവുണ്ടല്ലോ, അത് ചോദിക്കാറുണ്ട്. ഈ നമ്മുടെ സെൽഷ്യസിലും കെൽവിനിലും ഫാരൻഹീറ്റിലും ഒക്കെ ചോദിക്കാറുണ്ട്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എത്രയാണ്? കെൽവിനിൽ എത്രയാണ്? 0 തന്നെയാണ്. കെൽവിനിൽ എത്രയാണ്? 0 തന്നെയാണ്. സെൽഷ്യസിലാണെങ്കിൽ എത്ര വരും? -273.15 ഡിഗ്രി.
അബ്സല്യൂട്ട് സീറോയിൽ സെൽഷ്യസ് സ്കെയിലിൽ ഏതാണ് വാല്യൂ വരുന്നത്? -273.15 അത് ഫാരൻഹീറ്റിലേക്ക് വന്നാൽ എങ്ങനെയാവും? -159.67 ഇതെന്തായാലും പഠിച്ചിരിക്കണേ. അബ്സല്യൂട്ട് സീറോ കെൽവിനിൽ എത്രയാണ്? 0 സെൽഷ്യസ് സ്കെയിലിൽ എത്രയാണ്? -273.15 ഫാരൻഹീറ്റിലാണെങ്കിൽ -459.67 ഒന്നും കൂടെ ചോദിക്കുകയാണേ. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. കെൽവിൻ. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തപ്രകാരം കണികകൾക്ക് മാസ് നൽകുന്ന അടിസ്ഥാന കണം ഏതാണ്? സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തപ്രകാരം കണികകൾക്ക് മാസ് നൽകുന്ന അടിസ്ഥാന കണം ഏതാണ്? ഓപ്ഷൻ ഡി ഹിഗ്സ് ബോസോൺ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തപ്രകാരം കണികകൾക്ക് മാസ് നൽകുന്ന അടിസ്ഥാന കണം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹിഗ്സ് ബോസോൺ ആണ്. അതിനെ വേറൊരു രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ദൈവകണം എന്നറിയപ്പെടുന്നത് അല്ലേ? ദൈവകണം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിഗ്സ് ബോസോൺ ആണ്. എന്താണ് തന്മാത്ര എന്ന് പറയുന്നത്? അങ്ങനെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് തന്നിട്ട് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് തന്മാത്ര എന്ന് പറയുന്നത്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികനെ നമ്മൾ എന്ത് പറയുന്നു? തന്മാത്ര എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന് എന്ത് നിർവചനം കൊടുക്കും? ആറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മൂലകത്തിൻ്റെ ആണ് കേട്ടോ. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്ത് എന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. തന്മാത്ര എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നു തന്മാത്ര എന്ന് പറയുന്നു. ഓർത്തിരിക്കണേ. ആരാണ് ആധുനിക ആറ്റം സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്? ആധുനിക ആറ്റം സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് അല്ലേ? ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് കേട്ടോ. ആധുനിക ആറ്റം സിദ്ധാന്തം ആരാണ് മുന്നോട്ട് വെച്ചത്? ആധുനിക ആറ്റം തിയറി ആരാണ് മുന്നോട്ട് വെച്ചത്? നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ്. മറന്നു പോകരുതേ. ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഐസോടോപ്പും ഐസോബാറും എന്ന് പറയുന്നത് അല്ലേ? ഐസോടോപ്പ് എന്താണ്? ഒരേ ആറ്റോമിക് നമ്പർ ആയിരിക്കും അല്ലേ? പക്ഷെ എന്തായിരിക്കും? ഡിഫറെൻറ്റ് മാസ് നമ്പറും ആയിരിക്കും അല്ലേ? ഇത് പഠിക്കാനേ ആദ്യം ഐസോബാർ പഠിക്കുക. ഐസോബാർ എങ്ങനെയാണ്? ബാറിന്ന് വരുന്നവർക്കൊക്കെ ഒരേ മാസാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അവിടെ എന്താണ്? ഐസോബാറിൽ ഒരേ മാസ് നമ്പറും ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പറും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരേ മാസ് നമ്പറും ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പറും ഉള്ളൊരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? ഐസോബാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഐസോടോപ്പ് എന്താണെന്ന് അറിയാലോ? ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് എന്ത് എന്ന് പറയുന്നത്? ഐസോടോപ്സ് എന്ന് പറയുന്നത്. അത് രണ്ടും ഓക്കെ അല്ലേ? ബാറിന്ന് വരുന്നവർക്കൊക്കെ എന്താണ്? ഒരേ മാസാണ്. ഇനി ഇവിടെ ചില ഐസോടോപ്പുകളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പഠിക്കണം. നമ്മുടെ SCERT ബുക്കിലൊക്കെ കിടക്കുന്നുണ്ട്. കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ 14 കേട്ടോ. കാർബൺ 14 കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനായുള്ള ട്രേസറായി ഉപയോഗിക്കുന്നത് ഏത് ഐസോടോപ്പാണ്? സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഫോസ്ഫറസ് 31 കേട്ടോ. ഫോസ്ഫറസ് 31 സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ട്രേസറായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ക്യാൻസർ, ട്യൂമർ തുടങ്ങിയവയുടെ രോഗനിർണയം, ചികിത്സ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന 2 ഐസോടോപ്പുകളും കൂടിയുണ്ട്. ഏതൊക്കെയാണത്? അയോഡിൻ 131 അതുപോലെ തന്നെ കൊബാൾട്ട് 60. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അയോഡിൻ 131 കൊബാൾട്ട് 60 എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ക്യാൻസർ, ട്യൂമർ തുടങ്ങിയവയുടെ രോഗനിർണയവും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയോഡിൻ 131 കൊബാൾട്ട് 60 എന്ന് പറയുന്നത്. ആരാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കൊണ്ടുവന്നത്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആരാണ് കൊണ്ടുവന്നത്? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ് കേട്ടോ. ഗിൽബർട്ട് എൻ ലൂയിസ് ആണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്?
ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഒരു മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും എന്താണ്, കുത്തുകൾ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണ് ചിത്രീകരിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രതീകത്തിൻ്റെ ചുറ്റിനും എന്താണ്, ഡോട്ടുകൾ ഉപയോഗിച്ച്, കുത്തുകൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഇലക്ട്രോൺസിനെ ചിത്രീകരിക്കുക. അതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നത് ആരാണ്? ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. ഗിൽബർട്ട് എൻ ലൂയിസ് ആണ്. ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. ആറ്റത്തിലെ കണങ്ങളെ കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ 2 തരം വൈദ്യുത ചാർജുകൾ ഉണ്ടെന്ന് ആദ്യമായി സമർത്ഥിച്ചത് ആരാണ്? ഹംഫ്രി ഡേവിയാണ് കേട്ടോ. പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ 2 തരം വൈദ്യുത ചാർജുകൾ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ഹംഫ്രി ഡേവിയാണ്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉള്ളതെന്ന് തെളിയിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉള്ളതെന്ന് തെളിയിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? ജെ തോംസൺ ആണ്. മറന്നു പോകരുത്. ഇതൊക്കെ നമ്മൾ മുന്നേ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഭാഗമൊക്കെ. ഇലക്ട്രോണിൻ്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ആറ്റത്തിലെ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. പ്രോട്ടോൺ വളരെ പോസിറ്റീവ് ആണ് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. നമ്മൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂട്രൽ ആയതുകൊണ്ട് അതിനോട് എന്ത് പറയും? ചാർജ് ഇല്ല. ന്യൂട്രൽ ആയതുകൊണ്ട് അതിനോട് ചാട് എന്ന് പറയില്ലേ. അപ്പോൾ ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോണ് കണ്ടുപിടിച്ചത്. ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസ് ഉള്ളതുമായ ആറ്റത്തിലെ കണമാണ് എന്ത് എന്ന് പറയുന്നത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ചാർജ് ഇല്ല, അത് നമുക്കറിയാം. പക്ഷേ പ്രോട്ടോണിനോളം മാസുള്ള ആറ്റത്തിലെ കണം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ന്യൂട്രോൺ ആണ്. ആറ്റത്തിൽ ന്യൂട്രോണും പ്രോട്ടോണും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. എവിടെയാണുള്ളത്? ന്യൂക്ലിയസിലാണ് എന്തുള്ളത്? നമ്മളുടെ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഈ ഒരു ആറ്റത്തിൽ മാസ് മുഴുവനായിട്ടും എവിടെയാണുള്ളത്? നമ്മുടെ ന്യൂക്ലിയസിലാണ് ഉള്ളത്. ന്യൂക്ലിയസിനുള്ളിൽ തന്നെയാണ് എന്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലേ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം മാത്രം മാസുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചേക്കണേ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം മാത്രം മാസുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ. ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായ മാസുള്ള കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം മാത്രം മാസുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. എന്നാൽ ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായ മാസുള്ള കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ന്യൂക്ലിയസിനുള്ളിലുള്ള 2 കണങ്ങൾക്കാണ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമായിട്ടുള്ള മാസുള്ളത്. മറന്നു പോകരുതേ. ഇനി ഇവിടുന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക കൊണ്ടുവന്നത് ആരാണ്? റൂദർഫോർഡ് ആണ്. ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായി വിശദീകരിക്കാനുള്ള ആറ്റ മാതൃകയാണ് എന്തെന്ന് പറയുന്നത്? ബോർ മാതൃക എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ സവിശേഷതകൾ ഏറ്റവും ലളിതമായിട്ട് വിശദീകരിക്കാനുള്ള ആറ്റത്തിൻ്റെ മാതൃക ഏതാണ്? ബോർ മാതൃകയാണ്. ബോർ ആറ്റം പ്രകാരം ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത എന്ത് വിളിക്കുന്നു? ഓർബിറ്റ് അഥവാ ഷെൽ എന്നാണ് വിളിക്കുന്നത്. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ അതും കൂടെ ഒന്ന് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്, ഒന്ന് അറിഞ്ഞിരിക്കണേ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അഥവാ ഷെല്ലുകളിലാണ്. എന്താണ് ബോർ ആറ്റം മാതൃക മുന്നോട്ട് വയ്ക്കുന്നത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് എന്താണ്? ഒരു നിശ്ചിത ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലുകളിലാണ്. ഇതിനെയൊക്കെ എന്തെന്ന് പറയുന്നു? ഷെല്ലെന്നാണ് പറയുന്നത്. ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്താണ്? ഒരു നിശ്ചിത പാതയിൽ ഇങ്ങനെ റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പാതേനെ എന്ത് പറയുന്നു? ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്നാണ് പറയുന്നത്.
ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ എന്തും കൂടെ പറയുന്നുണ്ട്? ഊർജ്ജ നിലകൾ എന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത ഷെല്ലിൽ എന്താണ്? ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് എന്താണ്? ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ആ ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഊർജ്ജം കൂടുകയും ചെയ്യുന്നില്ല, കുറയുകയും ചെയ്യുന്നില്ല. അതെന്താണ്? അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ എന്താണ്? അതിൻ്റെ ഊർജ്ജം കൂടുകയുമില്ല, കുറയുകയും ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യാണ്? കൂടി വരികയാണ്. നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങനെ പോകുന്തോറും എന്ത് ചെയ്യാണ്? അതിൻ്റെ ഊർജ്ജം കൂടി വരികയാണ്. കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ? ഓർത്തിരിക്കണേ. അപ്പോൾ KLM എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ഷെല്ല് ഏതാണ്? നമ്മുടെ എന്നിനായിരിക്കും അല്ലേ? ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ തുടങ്ങി KLMN എന്നിങ്ങനെ പേര് നൽകിയിട്ട് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോർ ആറ്റം മാതൃകയുടെ ആശയങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ആയതുകൊണ്ടേ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ബോർ ആറ്റം മാതൃകയൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗനാണ് അല്ലേ? മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗനാണ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ ആരാണ് രചിച്ചത്? കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ ആരാണ് രചിച്ചത്? C. അച്യുത മേനോനാണ്. അടുത്തതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ അതാരാണ് രചിച്ചത്? വി നാഗമയ്യയാണ് കേട്ടോ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരാണ്? വി നാഗമയ്യയാണ്. ഇവിടെ ഒരു ഗാസി മുഹമ്മദ് കണ്ടോ? അത് നമ്മുടെ ഒരു അറബി മലയാളം കൃതി രചിച്ചിട്ടുള്ള കൃതിയായിട്ടുള്ള മുഹിയുദ്ദീൻ മാല കേട്ടോ. മുഹിയുദ്ദീൻ മാല ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും മെയിൻസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മുഹിയുദ്ദീൻ മാല ആരാണ്? ഗാസി മുഹമ്മദാണ് രചിച്ചിരിക്കുന്നത് കേട്ടോ. മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതി അതാരാണ് രചിച്ചത്? ഗാസി മുഹമ്മദാണ്. മുഹിയുദ്ദീൻ മാല എന്നിട്ടുള്ള അറബി മലയാളം കൃതിയാണ്. അതാരാണ് രചിച്ചത്? ഗാസി മുഹമ്മദാണ്. അപ്പോൾ ഓക്കെ അല്ലേ? മലബാർ മാനുവൽ ആരാണ് രചിച്ചത്? വില്യം ലോഗനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ ആരാണ് രചിച്ചത്? വി നാഗമയ്യയാണ്. C. അച്യുത മേനോൻ എന്താണ് രചിച്ചിരിക്കുന്നത്? കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലാണ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലാണ് ആര് രചിച്ചിരിക്കുന്നത്? C. അച്യുത മേനോൻ രചിച്ചിരിക്കുന്നത്. ഈ 4 മാനുവൽസും ഓർത്തിരിക്കുക കേട്ടോ. അല്ല 3 പറഞ്ഞുള്ളൂ. മലബാർ മാനുവൽ, അതുപോലെ തന്നെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ, തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കിയാണ് അല്ലേ? ഇടുക്കി ജില്ലയിലാണ് വെളുത്തുള്ളി ഗ്രാമം എന്നറിയപ്പെടുന്ന വട്ടവടയുള്ളത് അല്ലേ? വട്ടവട. വെളുത്തുള്ളി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? വട്ടവടയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രിലിംസിന് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ പ്രധാന ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നമുക്കതൊന്ന് നോക്കി പോകാവേ. കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരിലെ വെള്ളാനിക്കരയാണ് കേട്ടോ. വെള്ളാനിക്കര, മണ്ണുത്തി തൃശ്ശൂർ എന്നുണ്ടെങ്കിലും കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? വെള്ളാനിക്കര അല്ലെങ്കിൽ തൃശ്ശൂരിലെ വെള്ളാനിക്കര. അടുത്താണ് ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ഓടക്കാലിയാണ്. ബനാന റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? കണ്ണാറ. നേന്ത്രവാഴ റിസർച്ച് സ്റ്റേഷൻ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? കണ്ണാറയാണ്. കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം അതെവിടെയാണ്? ശ്രീകാര്യമാണ്. ശ്രീകാര്യം ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രമൊക്കെ ശ്രീകാര്യം. കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ആനക്കയമാണ്. കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ആനക്കയം. റബ്ബർ ബോർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസ്ഥാനം കോട്ടയമാണ്. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. ചോദിക്കുന്നതാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂര്. അടുത്തത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണുള്ളത്? കാസർഗോഡാണ്. നാളികേര ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു?
ബാലരാമപുരം. നാളികേര ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ബാലരാമപുരം. കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവല്ലയിലാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവല്ല. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? അമ്പലവയലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ. വന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പീച്ചി ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ഇഞ്ചിയും വനവും ഒക്കെ ചോദിക്കാറുള്ളതാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയായിരുന്നു? അമ്പലവയൽ. വന ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എവിടെയാണ്? കോഴിക്കോടാണ് ഗവേഷണ സ്ഥാപനം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോട്. അപ്പോൾ ഇത്രയും ഗവേഷണ സ്ഥാപനങ്ങളെങ്കിലും നന്നായിട്ട് വൃത്തിക്ക് പഠിച്ചിട്ട് പോവാം കേട്ടോ. അടുത്ത നോക്കാം. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 നിലവിലെ ബീഹാർ സംസ്ഥാനത്താണ് ചമ്പാരൻ പ്രദേശമുള്ളത്. പരുത്തി കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? ഓപ്ഷൻ ഡി, പരുത്തി കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളത് തെറ്റാണ് അല്ലേ. നമുക്കതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നോക്കാവേ, എന്നിട്ട് നമുക്കതിൻ്റെ ആൻസറിലേക്ക് ഒന്നും കൂടെ വരാം. 1917 നീലം തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകരെ പശ്ചാത്തല ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പരുത്തി കൃഷിക്കാരെയല്ല, നീലം തോട്ടങ്ങളിൽ കൃഷി ചെയ്തിരുന്ന കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്നതാണ് എന്തെന്ന് പറയുന്നത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് ആരായിരുന്നു? രാജ്കുമാർ ശുക്ലയായിരുന്നു. ഇനി നമുക്ക് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ് അല്ലേ. 1918 അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ ചോദിക്കാറുണ്ട്, ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ചമ്പാരൻ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. 1920-22 നടന്നിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമായിരുന്നു 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ചോദ്യം ഇങ്ങനെ തന്നെ ചിലപ്പോൾ വരാട്ടോ. നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. നമ്മുടെ ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് 2 INC സമ്മേളനങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെയാണത്? ഒന്ന് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം അതേതായിരുന്നു? 1920 കൊൽക്കത്ത സമ്മേളനം അല്ലേ. ആരായിരുന്നു അധ്യക്ഷൻ? ലാലാ ലജ്പത് റായി ആയിരുന്നു കേട്ടോ. ലാലാ ലജ്പത് റായി ആയിരുന്നു 1920 കൊൽക്കത്ത INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഇനി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അംഗീകരിച്ചത് വേറൊരു INC സമ്മേളനത്തിലായിരുന്നു. അതെന്തായിരുന്നു? അതും 1920 തന്നെ നമ്മുടെ നാഗ്പൂര് 1920 നാഗ്പൂര് ആരായിരുന്നു അധ്യക്ഷൻ? വിജയരാഘവാചാര്യായിരുന്നു കേട്ടോ. വിജയരാഘവാചാര്യായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ. നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? 1920 വിജയരാഘവാചാര്യ അധ്യക്ഷനായിട്ടുള്ള നാഗ്പൂർ INC സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചത് ഏതായിരുന്നു? 1920 തന്നെ കൊൽക്കത്ത ലാലാ ലജ്പത് റായി അധ്യക്ഷനായിട്ടുള്ള കൊൽക്കത്ത INC സമ്മേളനത്തിലായിരുന്നു. ഇത്രയും കാര്യങ്ങളും കൂടെ അവിടെ നിന്ന് ഓർത്തിരിക്കുക കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതാണ്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം, ആർട്ടിക്കിൾ 14 നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും,
ആർട്ടിക്കിൾ 28 ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനും പാടില്ല. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം 21. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം 21 ആണോ? അല്ല, ആർട്ടിക്കിൾ 32 ആണ്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. എന്താണ് അതിൽ പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് അതിൽ കുറിക്കുന്നത് അല്ലേ. 32 എന്താണ്? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശത്തെ കുറിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. നമ്മുടെ അംബേദ്കർ അതിനെ എങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 32 കേട്ടോ. ആർട്ടിക്കിൾ 32 അംബേദ്കർ എങ്ങനെ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ബാക്കിയുടെ ശരിയായത് നോക്കിയ ആർട്ടിക്കിൾ 17 എന്താണ്? അയിത്ത നിർമ്മാർജ്ജനമല്ലേ. നമ്മുടെ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? അയിത്ത നിർമ്മാർജ്ജനമാണ്. 14 എന്താണ്? നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവുമാണ് പറയുന്നത്. നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവുമാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. 28 എന്താണ്? ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല. മൗലികാവകാശങ്ങളിൽ മൗലികമായത് ഏതാണ്? 32 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവിഷന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്